നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. വടകരയിൽ MP ഷാഫി പറമ്പിലിനെ തടഞ്ഞതിന് DYFI പ്രവർത്തകരായ 11 പേർ അറസ്റ്റിലായ MLA KK രമ സംഘടിപ്പിച്ച ഓണം പരിപാടി കഴിഞ്ഞ് മടങ്ങവേ വടകര ടൗൺ ഹാളിൽ വെച്ചാണ് സംഭവം. DYFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. തുടർന്ന് MP ഷാഫി പറമ്പിൽ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരുമായി 5 മിനിറ്റോളം വാഗ്വാദം നടത്തുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 11 DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. മലപ്പുറം വെളിയങ്കോട് MTM കോളേജിലെ ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ കാറോടിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് കൊണ്ടുവന്ന 6 രൂപമാറ്റം വരുത്തിയ കാറുകൾ പോലീസ് പിടിച്ചെടുത്തു. അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചതിനാണ് കേസെടുത്ത് പിഴ ചുമത്തിയത്. ആഘോഷം അതിരുകടന്നതോടെ പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നത്. ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായ റാലിയിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി മോദിയെ വോട്ട് കള്ളൻ എന്ന് വിശേഷിപ്പിച്ചത്. രാജ്യത്ത് പല തിരഞ്ഞെടുപ്പുകളും നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടന്ന വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവിടാൻ പോകുന്നത്. വോട്ടവകാശം നഷ്ടപ്പെടുന്നവർക്ക് റേഷൻ കാർഡുകളും ഭൂമിയും നഷ്ടപ്പെടുമെന്നും ഒടുവിൽ അവയെല്ലാം അദാനി, അംബാനി തുടങ്ങിയവർക്ക് നൽകുമെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തട്ടിപ്പ് തങ്ങൾ കൈയോടെ പിടികൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പമ്പയിൽ നടക്കാനിരിക്കുന്ന അയ്യപ്പ സംഗമം എന്ന പരിപാടി രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് വിശേഷിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസമില്ലെന്നും ഒരു നിരീശ്വരവാദിയാണെന്നും അദ്ദേഹം എന്തിനാണ് ഒരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ചന്ദ്രശേഖർ ചോദ്യം ചെയ്തു. 18 തവണ ശബരിമല സന്ദർശിച്ച ഒരു ഭക്തനാണ് താനെന്നും അതിനാൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ ജനങ്ങൾ ഒരു വിശ്വാസിയെയാകും തിരഞ്ഞെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.